നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. കയർ ഭൂവസ്ത്ര വിധാനം ജില്ലാതല ഏകദിന സെമിനാർ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി സെന്റിനറി ടെലിവിഷൻ ആസ്ഥാന മന്ദിരത്തിന് മേയർ MK വർഗീസ് തറക്കല്ലിട്ടു. മാണിക്കത്ര പഞ്ചായത്ത് വ്യക്തിഗത ഗുണഭോക്താക്കൾക്കുള്ള മുട്ടക്കോഴി വിതരണം പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് കേറ്റിപ്പാടം കർഷക സമിതിയുടെ മുണ്ടകൻ കൃഷി വിളവെടുപ്പ് ആരംഭിച്ചു. വെട്ടുകാട് സെന്റ് ജോസഫ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കയർ ഭൂവസ്ത്ര വിധാനം ജില്ലാതല ഏകദിന സെമിനാർ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കയർ വികസന വകുപ്പും തൃശൂർ കയർ പ്രൊജക്ട് ഓഫീസും സംയുക്തമായി കയർ ഭൂവസ്ത്ര വിധാന ജില്ലാതല ഏകദിന സെമിനാർ നടത്തി. തൃശൂർ ടൗൺഹാളിൽ നടത്തിയ സെമിനാർ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. തൃശൂർ MGN REGS JDN ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ R രാഹേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ കയർ ഭൂവസ്ത്ര വിധാനിച്ച 5 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആദരിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ കയർ ഭൂവസ്ത്രം വിധാനിച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം പടിയൂർ ഗ്രാമപഞ്ചായത്തും 2ാം സ്ഥാനം അടാട്ട് ഗ്രാമപഞ്ചായത്തും നേടി. പ്രോത്സാഹന സമ്മാനം കൊടകര, വേലുക്കര, പറപ്പുകര എന്നീ ഗ്രാമപഞ്ചായത്തുകൾക്കും ലഭിച്ചു. മികച്ച പഞ്ചായത്തുകൾക്ക് മന്ത്രി കെ രാജൻ ഉപഹാരം നൽകി ആദരിച്ചു. കയർ ഭൂവസ്ത്ര വിധാനത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഇൻസ്പെക്ടർമാരായ നാട്ടികയിലെ KS പ്രിക്ക, EK ഷൈനി, KK ജോജൻ, PV ആയിഷ എന്നിവരും മന്ത്രിയിൽ നിന്ന് ഉപഹാരം ഏറ്റുവാങ്ങി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടന്ന സെമിനാറിൽ തിരുവനന്തപുരം നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സയന്റിസ്റ്റ് CB ജോയ്, ആലപ്പുഴ കയർ കോർപ്പറേഷൻ സെയിൽസ് മാനേജർ അരുൺ രാമചന്ദ്രൻ തുടങ്ങിയവർ ടെക്നിക്കൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. കയർ വികസന വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന കയർ വികസന പദ്ധതിയാണ് കയർ ഭൂവസ്ത്ര വിധാന പദ്ധതി. കുറഞ്ഞ ചെലവിൽ പരിസ്ഥിതി സൗഹാർദ്ദമായി പ്രകൃതിദത്ത നാരിലൂടെ നിർമ്മിക്കുന്ന കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് കൃഷി, മണ്ണ്, ജലസംരക്ഷണം, റോഡ് നിർമ്മാണം എന്ന ആശയമാണ് ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ പ്രത്യക്ഷമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകും. 2024-25 സാമ്പത്തിക വർഷം തൃശൂർ ജില്ലയിൽ ഇതുവരെ 3,31,718.3 സ്ക്വയർ മീറ്റർ കയർ ഭൂവസ്ത്രം വിധാനിച്ചിട്ടുണ്ട്. ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ S ഷീബ, തൃശൂർ LSGD അസിസ്റ്റന്റ് ഡയറക്ടർ ദുർഗാദാസ്, തൃശൂർ ജില്ലാ കയർ പ്രൊജക്ട് ഓഫീസർ K രാജൻ, തൃശൂർ പ്രൊജക്ട് ഓഫീസർ അസിസ്റ്റന്റ് രജിസ്ട്രാർ VN സജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ജനപ്രതിനിധികൾ, ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ, MGN REGS എഞ്ചിനീയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗമുണ്ടെന്നറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ 9 പേർ വന്നത് നവംബർ മാസത്തിൽ 175 mm മഴ പെയ്ത 15 വർഷത്തെ മഴാനുഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയ പത്തനംതിട്ട ജില്ലയിൽ ഈ 9 പഞ്ചായത്തുകളെ 3 മാസക്കാലം കഴിഞ്ഞപ്പോൾ ഡ്രോട്ടായി പ്രഖ്യാപിക്കണമെന്നും ഡ്രോട്ടായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ കുടിവെള്ള വിതരണത്തിന് ലോറിക്ക് പണം കൊടുക്കാൻ STRFന്റെ പണം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന പ്രയാസങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. മഴ ധാരാളമായി പെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ പെയ്യുന്ന മഴ മണിക്കൂറുകൾക്കകം അറബിക്കടലിൽ എത്തിച്ചേരലല്ലാതെ മഴയിലൂടെ പെയ്ത സമൃദ്ധമായിട്ടുള്ള വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും വളരെ വിരളമായി നമുക്കിടയിലൂടെ മുന്നോട്ട് പോവുകയാണ്.
2018 പ്രളയത്തിലുണ്ടായ ഒരു അനുഭവം അറബിക്കടൽ വെള്ളം എടുക്കാതെ 3 ദിവസം മുമ്പ്. മണ്ണുത്തി സെന്റിനറി ടെലിവിഷന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് നിർവഹിച്ചു. നടത്തറ റോഡിന് സമീപമാണ് പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം നടത്തുന്നത്. ഡിവിഷൻ കൌൺസിലർ രേഷ്മ ഹേമേജ്, സെന്റിനറി ടെലിവിഷൻ ചെയർമാൻ ആൻഡ്രൂ വി മാത്യു, മാനേജിംഗ് ഡയറക്ടർ ബീന പി മേനോൻ, KCCL ഡയറക്ടർ VP ബിജു, കേരള വിഷൻ ഡയറക്ടർ സിജോ VI, COA മേഖലാ സെക്രട്ടറി നൈബി, ഡയറക്ടർമാരായ K ഗോപാലകൃഷ്ണൻ, ഷിബു TP, ജിയോ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാനപ്പെട്ട സെന്റിനറി കുടുംബത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം നമ്മുടെ എല്ലാവരും പറഞ്ഞ പോലെ സ്വപ്ന പദ്ധതിക്ക് ഇന്ന് നമ്മുടെ മണ്ണത്തിന്റെ പട്ടാളങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പട്ടാളമുണ്ട്. അങ്ങനെയാണ് വാക്കിനെ പറയേണ്ടത്. മണ്ണത്തീവ് നടത്തിലേക്ക് പോകുന്ന വഴിയൊക്കെ വലിയ മാറ്റങ്ങളുടെ ഒരു ഇതായിട്ട് കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മുടെ ഈ കെട്ടിടത്തിന് നമ്മുടെ എല്ലാ ഓഫീസുകളും കേന്ദ്രീകരിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ 56ഓളം ഓപ്പറേറ്റർമാരുടെ ഒരു സ്വപ്ന പദ്ധതിക്കാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട നഗരപിതാവ് നമുക്കിവിടെ അതിൻ്റെ തറക്കല്ലുകൾ കടന്ന് ഉപയോഗിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സർവീസേട്ടൻ പുലർച്ചെ ശ്രീലങ്കയിൽ എത്തിയിട്ടുള്ളത് ഞാൻ കയ്യോടെ പോയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ആള് അത് നടത്താനായിട്ട് വന്നതിലുള്ള സന്തോഷത്തോടൊപ്പം നമ്മളോടൊക്കെ പ്രിയപ്പെട്ട എന്താവശ്യത്തിനെ ചോദിച്ചാലും എത്തുന്ന പ്രിയപ്പെട്ട കൗൺസിലർ രേഷ്മേച്ചി ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മുടെ MD ബീനേച്ചി, അതുപോലെ തന്നെ നമ്മുടെ കേരള വിഷൻ്റെ KCCL ഡയറക്ടർ ബിജു, കേരള വിഷൻ്റെ സിജോ, സംഘടനയുടെ ഭാരവാഹികൾ, അങ്ങനെ മുഴുവൻ പേരും ഇവിടെ സന്തോഷത്തിന് സാക്ഷ്യം വയ്ക്കാനായിട്ട് ചേർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും കൃത്യമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ തറക്കല്ല് എന്ന പോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ പണികൾ അവസാനിപ്പിക്കാനുള്ള പദ്ധതികളൊക്കെ. മാണിക്കത്തറ പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തെ വ്യക്തിഗത ആനുകൂല്യ ലിസ്റ്റ് അംഗീകരിച്ചവർക്ക് മുട്ടക്കോഴികളെ വിതരണം ചെയ്യുന്ന ചടങ്ങ് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. 5 കോഴികളെ വീതം 800 പേർക്ക് വിതരണം ചെയ്തു. 100 രൂപ വീതം വില വരുന്ന ഗ്രാമശ്രീ കോഴികളെയാണ് വിതരണം ചെയ്തത്. ഗുണഭോക്തൃ വിഹിതം 50 രൂപയും സബ്സിഡി 550 രൂപയുമാണ്. വടക്കാഞ്ചേരി മദർ എഗ് നഴ്സറിയിൽ നിന്നാണ് കോഴികളെ വാങ്ങി വിതരണം ചെയ്തത്. പുല്ലാനിക്കാട് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി രാമചന്ദ്രൻ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുകന്യ സ്വാഗതവും പുഷ്പ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. എത്രയും പ്രിയമുള്ള ഗുണഭോക്താക്കളെ, നിരന്തരമായി കുറേ വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് കോഴി. അപ്പോൾ നമുക്ക് 45 ദിവസം മാത്രം പ്രായമുള്ള കോഴിയാണ് തരുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വിധവകൾക്ക് വേണ്ടി വലിയ കോഴിപ്പടകളെ കൊടുത്തിരുന്നു. ഇതേ ഗ്രൗണ്ടിൽ തന്നെ 2000 പേർക്കോളം നമ്മൾ കൊടുത്തൊരു പഞ്ചായത്ത് കൂടിയാണ്. ഈ കോഴി ഗ്രാമം നമുക്ക് മുട്ടഗ്രാമ പദ്ധതി നടപ്പിലാക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട, ഏറ്റവും കൂടുതൽ പോഷക ഗുണമുള്ള മുട്ട നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാവുക എന്നുള്ളതാണ്. ആടിനെ കൊടുത്തു, ഒരാഴ്ച മുന്നേ ആടിനെ കൊടുത്തു. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ പശുവിനെ കൊടുത്തു. ഈ കൊടുത്തോടത്തോളം പശുവും ആടും എത്രത്തോളം കൂടുകളിലുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ മറിഞ്ഞ് കുറേ തലമുറകളായി ആ കൈകളിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് കൊടുത്ത കോഴികളെല്ലാം. എന്തായാലും ചാത്തന്മാരൊക്കെ പൂമാരുണ്ടാവുമ്പോൾ എന്തായാലും അതിനെ കൊടുക്കാതെ പറ്റില്ല. സംസ്ഥാനത്ത് 100-ലധികം റേഷൻ കടകൾ തുറന്നു. റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരത്തോട് സഹകരിക്കാതെ ചില വ്യാപാരികൾ. ഇതോടെ സംസ്ഥാനത്ത് ഇന്ന് 100-ലധികം റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 20-ലധികം കടകൾ തുറന്നിട്ടുണ്ട്. സമരം നടത്തുന്നത് ശരിയല്ലെന്ന് മന്ത്രിമാരായ GR അനിൽ, KN ബാലഗോപാൽ തുടങ്ങിയവർ കഴിഞ്ഞ ദിവസം റേഷൻ വ്യാപാരികളോട് വ്യക്തമാക്കിയിരുന്നു. ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ കൂടി പരിഗണിക്കേണ്ടവയാണെന്നും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ തനിയെ ഇടപെടാൻ കഴിയില്ല എന്നും മന്ത്രിമാർ വ്യാപാരികളോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് മുഖവിലക്കെടുക്കാതെയാണ് വ്യാപാരികൾ സമരത്തിലേക്ക് കടന്നത്. ഇതോടുകൂടിയാണ് ചില വ്യാപാരികൾ സമരത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. കേറ്റിപ്പാടം കർഷക സമിതിയുടെ 2024-25 വർഷത്തെ മുണ്ടകൻ കൃഷിയുടെ വിളവെടുപ്പ് ഇന്ന് തിങ്കളാഴ്ച ആരംഭിച്ചു. കേറ്റിപ്പാടം കർഷക സമിതി പ്രസിഡന്റ് ശ്രീ കൃഷ്ണൻകുട്ടി AR, സെക്രട്ടറി സുരേഷ് കുമാർ ON, ട്രഷറർ KG തോമസ്, കമ്മിറ്റി ഭാരവാഹിയായ ബലറാം മരവെട്ടിക്കൽ,
ശ്രീനാരായണൻ പാരാത്ത് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ മുതിർന്ന കർഷകനായ സേതു കൃഷ്ണൻ നായർ ആദ്യത്തെ കറ്റ കൊയ്തു. കേറ്റിപ്പാടം കർഷക സമിതിയിലെ മറ്റ് അംഗങ്ങളും കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്തു. ഉപഭോക്തൃ കോടതി വിധി പാലിച്ചില്ല. തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് വാറണ്ട്. വിധി പാലിക്കാതിരുന്നതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ വാറണ്ട് അയക്കുവാൻ ഉത്തരവ്. തൃശൂർ MG റോഡിലെ MG സ്റ്റോഴ്സ് ഉടമ M ഗണേശൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം അസിസ്റ്റന്റ് സെക്രട്ടറിക്കെതിരെയും കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെയും ഇപ്രകാരം വാറണ്ട് അയക്കുവാൻ ഉത്തരവായത്. കോർപ്പറേഷൻ അധികൃതർ വൈദ്യുതി കുടിശ്ശിക അടയ്ക്കുവാൻ നോട്ടീസ് നൽകിയതിനെ ചോദ്യം ചെയ്ത് ഫയൽ ചെയ്ത ഹർജിയിൽ കുടിശ്ശിക ബിൽ റദ്ദ് ചെയ്യുവാനും യഥാർത്ഥവും കൃത്യവുമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ബിൽ നൽകുവാനും നഷ്ടപരിഹാരമായി 2000 രൂപ നൽകുവാനും വിധിയുണ്ടായിരുന്നു. എന്നാൽ വിധി എതിർകക്ഷികൾ പാലിക്കുകയുണ്ടായില്ല. തുടർന്ന് വിധി പാലിക്കാതിരുന്നതിനെ എതിർകക്ഷികളെ ശിക്ഷിക്കുവാൻ ആവശ്യപ്പെട്ട് ഉപഭോക്തൃ നിയമപ്രകാരം ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു. വിധി പാലിക്കാതിരുന്നതിനെ എതിർകക്ഷികളെ 3 വർഷം വരെ തടവിന് ശിക്ഷിക്കുവാൻ ഉപഭോക്തൃ കോടതിക്ക് അധികാരമുള്ളതാകുന്നു. ഹർജി പരിഗണിച്ച പ്രസിഡന്റ് CT സാബു, മെമ്പർമാരായ ശ്രീജ S, R രാമോഹൻ തുടങ്ങിയവരടങ്ങിയ തൃശൂർ ഉപഭോക്തൃ കോടതി എതിർകക്ഷികളെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുവാൻ പോലീസ് മുഖേന വാറണ്ട് അയക്കുവാൻ കൽപ്പിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. നടപടികൾക്കായി കേസ് 2025 ഏപ്രിൽ 7 വെച്ചിട്ടുള്ളതാകുന്നു. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി വാദം നടത്തി. ക്രൈസ്തവ ഐക്യ പ്രാർത്ഥനാ വാരം കേരളത്തിൽ കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസും കേരള കൗൺസിൽ ഓഫ് ചർച്ചും സംയുക്തമായാണ് നടത്തുന്നത്. ക്രിസ്തീയ സഭകൾ പൊതുവായി അംഗീകരിക്കുന്ന 325 AD നടത്തപ്പെട്ട നിക്യ സുനഹദോസിന്റെ 1700 വാർഷികം ലോകമൊട്ടാകെ ക്രിസ്തീയ സഭകൾ ആചരിക്കുന്നു. ആയതിനാൽ ഈ വർഷത്തെ ക്രൈസ്തവ ഐക്യ പ്രാർത്ഥനാ വാരാചരണം നിക്യ സുനഹദോസിൽ സഭയുടെ പിതാക്കന്മാർ രൂപപ്പെടുത്തിയ വിശ്വാസ പ്രമാണത്തിലെ വിഷയങ്ങളോട് ബന്ധപ്പെട്ടതാണ്. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ മാർത്താമറിയം വലിയ പള്ളി കത്തീഡ്രലിൽ വെച്ച് വൈകിട്ട് 6 മണിക്ക് സമ്മേളനം CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ഇന്റർ ചർച്ച് കൗൺസിൽ സെക്രട്ടറി മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷം വഹിച്ചു. ഇന്റർ ചർച്ച് കൗൺസിൽ ചെയർമാൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യപ്രഭാഷണവും മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ തലവൻ സിറിൽ മാർ ബെസിലിയോസ് മെത്രാപ്പൊലീത്ത, മോർ ക്ലിമീസ് കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത തുടങ്ങിയവർ അനുഗ്രഹ സന്ദേശവും നൽകി. മാർത്താമറിയം വലിയ പള്ളി വികാരി ഫാദർ KR ഇനാശു, KCC സെക്രട്ടറി പ്രകാശ് P തോമസ്, KCBC സെക്രട്ടറി ഫാദർ സിറിൻ തുടങ്ങിയവർ സംസാരിച്ചു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ദി ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിക്ക് വികാരി ഫാദർ ജോസ് ജേക്കബ് വേങ്ങാശ്ശേരി, ദി ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റിസ് ചെയർമാൻ രാജൻ ജോസ് മണ്ണുത്തി, വൈസ് ചെയർമാൻ ലിയോൺസ് കാക്കപ്പാടൻ, ജേക്കബ് ബേബി ഒലക്കെങ്കിൽ, ജോസ് താഴത്ത്, ആൻസൺ ഡേവിസ്, ലാലി റാഫേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വായിക്കുന്നവരെ പിതാവെ നാം ഒന്നായിരിക്കുന്നവരെ അവരും ഒന്നായിരിക്കാനുള്ള ആ പ്രാർത്ഥന എഫീസിയർക്കെതിരെ 4-ാമത്തെ അധ്യായത്തില് പൗലോസ്ലിഹ സഭയുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ആ പ്രാർത്ഥന എന്നും സഭയുടെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അത് കൂടുതൽ ശക്തമായി പ്രത്യേകിച്ച് ക്രൈസ്തവർ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട അവസരം ഓരോ വർഷം കഴിയുമ്പോഴും കൂടി വരികയാണ്. ഇതേ രീതിയിലായിരിക്കണമെന്നില്ല, പക്ഷേ ഈ അർത്ഥത്തിൽ ഇതേ രീതിയിൽ തന്നെ 2 അന്ധന്മാർ, അതായത് സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്, 2 അന്ധന്മാർ വിളിച്ചുപോയി ദാവീദിന്റെ പുത്രാനങ്ങളിൽ കനിയണമേ. കർത്താവ് അവരെ അടുത്ത് ചെന്നപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നു? നിങ്ങൾക്ക് കാഴ്ച കിട്ടും. അപ്പോൾ എനിക്കിത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ അവിടെയും അവർ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഉണ്ടായ വിഷമത്തെ മാറ്റുന്ന ഒരു പ്രാർത്ഥനയായി എന്ന പ്രാർത്ഥന പരിഗണിക്കുന്നു. ഒരേ വിശ്വാസമുള്ളവർ എഫേഷ്യൻസ് 4-ാം അധ്യായം 3 മുതൽ ഉള്ള വചനം പരിശോധിച്ചാൽ കർത്താവ് ഒരുവൻ ആത്മാവെന്ന് വിശ്വാസമാണ് മാമോദീസായ 1 എന്ന അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. ആ വിശ്വാസത്തിൽ നിന്ന് മാറി സഞ്ചരിച്ച എല്ലാ മേഖലകളെയും നോക്കാനും
തിരിച്ചെത്താം ഒരു വേളയ്ക്ക് ശേഷം. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. മണ്ണുത്തി ലയൺസ് ക്ലബ് അഗ്രിസിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷന്റെയും വിക്ടറി ITIയുടെയും സഹകരണത്തിൽ മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. പ്ലാസ്റ്റിക് മുക്ത മണ്ണുത്തി എന്ന ലക്ഷ്യം മുൻനിർത്തി നടത്തിയ പരിപാടി തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് അഗ്രിസിറ്റി പ്രസിഡന്റ് പത്മകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ലബ് ഭാരവാഹികളായ CO വിൽസൺ, ആൻഡോ വി മാത്യു, വിക്ടറി ITI മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ കണ്ണൻ, ആരോഗ്യവകുപ്പ് ജീവനക്കാരായ പിനോ, നിഖിൽ, അപർണ തുടങ്ങിയവർ സംസാരിച്ചു. കോർപ്പറേഷൻ വിഭാഗം, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ലയൺസ് ക്ലബ് അംഗങ്ങൾ, വിക്ടറി ITI ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രവർത്തനങ്ങളുടെ ഭാഗമായി പല തരത്തിലുള്ള പ്രവർത്തനങ്ങളും പടുത്തുയർത്തുന്നതിൻ്റെ ഭാഗമായാണ്
തൃശ്ശൂർ കോർപ്പറേഷനും അത് നെഞ്ചിലേറ്റിക്കൊണ്ട് ആ ഒരു പ്രസ്ഥാനവും പ്രവർത്തനവും തുടങ്ങിക്കൊണ്ട് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഗാർബേജ് ഫ്രീ സിറ്റി, മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി ദേശീയ തലത്തിൽ ഒരു അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഗാർബേജ് സിറ്റി 5+ എന്നൊരു സംരംഭവും ODF 5 റാങ്കിങ്ങിൽ ലഭിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് പ്ലാസ്റ്റിക് മുക്തമായ ഒരു കേരളത്തിൻ്റെ ഭാഗമായി നമ്മൾ ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഒരു വർഷക്കാലമായി കൊണ്ടു നടക്കുന്നു. ലയൺസ് ക്ലബ് ഇതൊരു പുതിയ അനുഭവമല്ല. കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോകുന്ന മന്ന എന്ന് പറയുന്ന ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് നാം മനസ്സിലാക്കുന്നത് ലയൺസ് ക്ലബ് 318B അതിൻ്റെ കീഴിലുള്ള യൂണിറ്റ് കൂടിയാണ് അതിൽ സിറ്റി. നീണ്ട 588 ദിവസം ഉച്ചഭക്ഷണം കൊടുക്കുന്ന തൃശ്ശൂർ പട്ടണത്തിനകത്ത് ആരെങ്കിലും വിശന്നു വരുന്നുണ്ടെങ്കിൽ അവർക്കൊരു അത്താണിയായി തൃശ്ശൂരിൽ സ്ഥാപിതമായ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൻ്റെ പരിസരത്ത് ഇന്നും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ലയൺസ് ക്ലബ്. നമ്മൾ മനസ്സിലാക്കണം, അവിടെ ഏകദേശം 500 പേർ ദിവസവും ഭക്ഷണം കഴിക്കാൻ വരുന്നു. ഈ ഭക്ഷണം കഴിക്കാൻ വരുന്നത് എന്തുകൊണ്ട്? ആ ഒരു നല്ല ഒരു സങ്കല്പം അല്ലെങ്കിൽ നല്ല ഒരു മനസ്സ് തൃശ്ശൂർ ഉള്ള സംഘടനകൾക്കുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. നമുക്കറിയാം, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തൃശ്ശൂർ പൂരപ്പറമ്പിൻ്റെ ചുറ്റും അഭയാർത്ഥികളെ പോലെ 10-500 പേരാണ് അവിടെ ഭക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി വന്ന് കിടന്നിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ ഒരു സാംസ്കാരിക തലസ്ഥാനവും ഒരു കൾച്ചർ സിറ്റി എന്ന് പറയുന്ന വളരെ അഭിമാനത്തോടു കൂടി നമ്മൾ പറയുന്ന സ്ഥലത്ത് ഇതുപോലെ അഭയാർത്ഥികളെ പോലെ കിടക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു വിഭാഗത്തെ കാണുമ്പോൾ തൃശ്ശൂരിനെ കുറിച്ചുള്ള മതിപ്പ് വളരെ പിന്നിലാണെന്ന് തോന്നുകയും തൃശ്ശൂരിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഭരണകൂടവും കളക്ടറും അടക്കം എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇനി പൊതുസ്ഥലങ്ങളിൽ ഭക്ഷണ വിതരണം നിർത്തിവെക്കണമെന്നും അത് മാലിന്യമുക്ത നമ്മുടെ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായാണ് മന്ന എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ശക്തൻ തമ്പുരാനിൽ നമ്മൾ തുടങ്ങി വെച്ചു. ഇന്ന് 585 ദിവസം പൂർത്തീകരിക്കുന്ന ഇന്ന് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. വെട്ടുകാട് സെന്റ് ജോസഫ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും തിരുനാൾ സംയുക്തമായി ആഘോഷിച്ചു. ജനുവരി 25, 26, 27 തീയതികളിലായാണ് തിരുനാൾ ആഘോഷം സംഘടിപ്പിച്ചത്. 25-ന് വൈകിട്ട് വിവിധ കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പ് പ്രദക്ഷിണങ്ങളുടെ സമാപനവും തുടർന്ന് സംയുക്ത ബാൻഡ് മേളവും ഉണ്ടായിരുന്നു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6:30-ന് വിശുദ്ധ കുർബാന, 10 മണിക്ക് പ്രസിദ്ധീന്തി വാഴ്ച, തുടർന്ന് 10:30-ന് നടത്തിയ ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ പ്രിൻസ് ചെറുതാനിക്കൽ, ഫാദർ ഫ്രാങ്കോ ചെറുതാനിക്കൽ തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ, ഫാദർ ബിനോയ് ആലപ്പാട്ട് തുടങ്ങിയവർ സഹകാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് വിശ്വാസ വിളംബര തിരുനാൾ പ്രദക്ഷിണവും ഫാൻസി വെടിക്കെട്ടും ഫ്യൂഷൻ ഡാൻസും ഉണ്ടായി. തിരുനാൾ ചടങ്ങുകൾക്ക് പള്ളി വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ, കൈക്കാരന്മാരായ ബിജോ കുര്യൻ, ജോർജ് ചാണ്ടി, ജിതിൻ ജോസ്, ക്ലിൻ ബേബി, ജനറൽ കൺവീനർ ബാബു വടക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെയുണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമില്ല, എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു.
ഓരോന്നിലും 2-3 അളവുകൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചൊല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരണം. എന്നാൽ നീ ഈ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചു വരും. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. മലയാള മഹോത്സവം സ്വാഗത സംഘം രൂപീകരിച്ചു. മാർച്ച് 30 ഞായറാഴ്ച മറ്റം കരിസ്മ പാലസ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കപ്പെടുന്ന മലയാള മഹോത്സവത്തിന് സ്വാഗത സംഘം രൂപീകരിച്ചു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് PV നിവാസ് അധ്യക്ഷത വഹിച്ചു. N ഹരീന്ദ്രൻ മഹോത്സവ പരിപാടികളുടെ രൂപരേഖ അവതരിപ്പിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ TO ജോയ്, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ ജെയ്സൺ ചാക്കോ, VK ദാസൻ, മോഹൻദാസ് എലത്തൂർ, തൃശൂർ ജില്ലാ മലയാള അധ്യാപക പ്രതിനിധികളായ PD പ്രകാശ് ബാബു, P ഉഷ, TR രഞ്ജി, KF ബാബു, സാംസ്കാരിക പ്രവർത്തകരായ MR വർഗീസ്, ദിലീപ് പയനിത്തടം, സജിഷ് ചന്ദ്രൻ, VK രാധാകൃഷ്ണൻ, EI ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. വീണ രവീന്ദ്രൻ സ്വാഗതവും ജിതിൻ ജോസ് നന്ദിയും രേഖപ്പെടുത്തി. ഈ വർഷം വിരമിക്കുന്ന ഹയർ സെക്കൻഡറി മലയാള അധ്യാപകനും പാഠപുസ്തക കമ്മിറ്റി അംഗവും കോവിലൻ ട്രസ്റ്റ് സംഘാടക സമിതി കൺവീനറുമായ AD ആൻഡുമാഷിനെ മലയാള മഹോത്സവത്തിന്റെ ഭാഗമായി ആദരിക്കും. മലയാളം അധ്യാപക കൂട്ടായ്മയായ മലയാഴ്മയും മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചൂണ്ടൽ ഡീപോൾ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികളും പൗരാവലിയുമാണ് സംഘാടകർ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗം അധ്യക്ഷ ഡോക്ടർ AM റീന ചെയർമാനും മേജർ PJ സ്റ്റൈജു ജനറൽ കൺവീനറുമായുള്ള 101 അംഗ സ്വാഗത സംഘത്തിനാണ് രൂപം കൊടുത്തിരിക്കുന്നത്. മദ്യപിച്ച് യുവാവിന്റെ അപകടയാത്ര. മണ്ണുത്തി മാടക്കിത്തറ റോഡിൽ ഇരുചക്ര വാഹനത്തിൽ യുവാവിന്റെ അപകടയാത്ര. മദ്യപിച്ച് ലക്കുകെട്ട യുവാവ് ഓടിച്ച സ്കൂട്ടർ മറ്റു വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തി. CTV വാർത്താ സംഘം ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ യുവാവ് റോഡിൽ മറിഞ്ഞു വീണു. കൈവിട്ട് പോയിരിക്കുക. ഇങ്ങനെ ഓടിക്കുക. ആള് റോഡിന്റെ നടുക്കിന്ന് ഇനിയൊരു ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നീരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം
SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വീണ്ടും വാർത്തയിലേക്ക്. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ നടത്തുറപ്പ് പൊങ്കാല മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. തിങ്കളാഴ്ച രാവിലെ ചലച്ചിത്ര ബാലതാരം ദേവനന്ദ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ശശി അയ്യൻചിറ, ഡോക്ടർ കുച്ചുമോൻ, അനന്തരാമൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി, സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ, കൺവീനർ സുനിൽ കുമാർ തെക്കൂട്ട്, ട്രഷറർ സജീവൻ പണിക്കപ്പറമ്പിൽ, മറ്റ് മാനേജിംഗ് ട്രസ്റ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് ക്ഷേത്രം മേൽശാന്തി പണ്ടാര അടുപ്പിലേക്ക് ഐശ്വര്യത്തിന്റെ അഗ്നി പകർന്നതോടെ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമായി. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദേവിക്ക് പൊങ്കാല സമർപ്പിച്ചത്. പ്രേമരത്നമണി പ്രതിപണസ്തനി മാണിക്യമൗടാകാരജാനുദാനമണി മഞ്ജീര മണ്ഡിത ശ്രീമദമന്ദിത സംവത്കരീ സമാരൂഢ സിന്ധുര വ്രജസേവിത സദാചാരാഭിവർഷിണി തടില്ലതാ സമരുചി ഷട്ചക്രോപരിലംസിത മഹാഭവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപൻ. അനുഗമിച്ചുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് ക്ഷേത്ര ക്ഷേമസമിതി ഓഫീസിൽ നിന്നും യാത്രയാവുകയാണ്. ആ ബാലതാരത്തിന് എല്ലാവിധ എല്ലാവർക്കും എല്ലാ ആശംസകളും. അതും ഇവിടെ പൊങ്കാല അർപ്പിച്ച എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതും ഇവിടെ നിങ്ങൾ എല്ലാവരും പൊങ്കാല അർപ്പിച്ചപ്പോൾ പൊങ്കാല അർപ്പിച്ചവർക്ക് മാത്രമല്ല ഈ നാടിനാണ് ഇതിന് മുഴുവൻ ഐശ്വര്യവും കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. മാന്നാമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്ഷേത്രമങ്കണത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. എല്ലാവിധ നേത്രരോഗങ്ങൾക്കും സൗജന്യ പരിശോധന നൽകിയ ക്യാമ്പിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ പ്രഭാകരൻ പുതിയമഠത്തിൽ, വിനോദ് പയ്യന്നം, KK വേലായുധൻ, KG സുരേഷ്, സുക്കു കട്ടിംഗ്, അശോകൻ തട്ടെങ്കിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി അഞ്ചേരിച്ചിറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് കാർഡ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഭക്ഷണ വസ്തുക്കൾ വിതരണം ചെയ്യുന്ന ഹോട്ടൽ, ബേക്കറി, ജ്യൂസ് സ്റ്റാൾ, ഇറച്ചി, മത്സ്യക്കടകൾ, പലചരക്ക് കടകൾ തുടങ്ങി വ്യാപാര സ്ഥാപനങ്ങളിലെ ഉടമകൾക്കും തൊഴിലാളികൾക്കും പകർച്ചവ്യാധികളോ മറ്റ് സാംക്രമിക രോഗങ്ങളോ ഇല്ലെന്ന് മെഡിക്കൽ പരിശോധനകളിലൂടെയും ബ്ലഡ് ടെസ്റ്റുകളിലൂടെയും ത്വക്ക്, കണ്ണ് പരിശോധനകളിലൂടെയും ഉറപ്പുവരുത്തിക്കൊണ്ട് അംഗീകൃത മെഡിക്കൽ ഓഫീസറുടെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തുകൊണ്ട് ഭക്ഷ്യവിതരണ മേഖലയിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ഹെൽത്ത് കാർഡ് ക്യാമ്പിൽ 600ഓളം വ്യാപാരികൾ പങ്കെടുത്തു. ഹെൽത്ത് കാർഡ് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി തൃശൂർ ജില്ലാ സെക്രട്ടറിയും ഒല്ലൂർ നിയോജക മണ്ഡലം ചെയർമാനുമായ ബിജു എടക്കളത്തൂർ നിർവഹിച്ചു.
മനോജ് പുളിക്കത്തറ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പോൾ തേറാട്ടിൽ, KV വിശ്വംഭരൻ, റാഫി, ബൈജു വല്ലച്ചിറ, ഈപ്പൻ PR, ജോഷി ജോസ്, NO ജോയ്, വിപിൻ SK തുടങ്ങിയവർ നേതൃത്വം നൽകി. റേഷൻ സമരം ഒത്തുതീർന്നു. റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാലത്തേക്ക് പ്രഖ്യാപിച്ച സമരം അവസാനിപ്പിച്ചു. സമരസമിതിയുമായി ഭക്ഷ്യമന്ത്രി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ഡിസംബറിലെ ശമ്പളം ഉടൻ നൽകുമെന്നും ഉറപ്പ്. വേതന പരിഷ്കരണം വിശദമായി പഠിച്ച ശേഷം നടപ്പാക്കുമെന്നും മന്ത്രി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയർ ഭൂവസ്ത്രവിധാനം ജില്ലാതല ഏകദിന സെമിനാർ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി സെന്റിനറി ടെലിവിഷൻ ആസ്ഥാന മന്ദിരത്തിന് മേയർ MK വർഗീസ് തറക്കല്ലിട്ടു. മാണിക്കത്തറ പഞ്ചായത്ത് വ്യക്തിഗത ഗുണഭോക്താക്കൾക്കുള്ള മുട്ടക്കോഴി വിതരണം പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് കേറ്റിപ്പാടം കർഷക സമിതിയുടെ മുണ്ടകൻ കൃഷി വിളവെടുപ്പ് ആരംഭിച്ചു. വെട്ടുകാട് സെന്റ് ജോസഫ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.